നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ലക്കിടിയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 3.5 പവൻ സ്വർണ്ണാഭരണവും പണവും കവർന്നു. ലക്കിടി രഞ്ജു കൃഷ്ണയിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞിരപ്പുഴയും ഇനി ജില്ലയിലെ പ്രധാന ടൂറിസം ഹബ്ബാകും. അണക്കെട്ട് കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 50 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരുന്നത്. മണ്ണാർക്കാട് ചങ്ങനീരിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത് സ്ഫോടക വസ്തുവല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നൂൽ ചുറ്റിയ മരക്കായയാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിലെ കുഴികൾ കോറി വേസ്റ്റിട്ട് താൽക്കാലികമായി അടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡിൽ ഇനി ടാറിംഗ് അല്ലാത്ത പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഇട്ട കോറി വേസ്റ്റ് നാട്ടുകാർ നീക്കം ചെയ്തു. അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രി തിരിച്ചയച്ച വയോധികന്റെ കണ്ണിൽ നിന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ വിരയെ പുറത്തെടുത്തു. 10 സെന്റിമീറ്റർ നീളമുള്ള വിരയെയാണ് നീക്കം ചെയ്തത്. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം ലക്കിടിയിൽ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. ലക്കിടി രഞ്ജു കൃഷ്ണയിൽ രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 1500 രൂപയും കവർന്നത്. വീടിന്റെ മുന്നിലെ വാതിൽ കുത്തിത്തുറന്നാണ് കവർച്ച. രാവിലെ വീട്ടുജോലിക്കാരിയാണ് വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. രാധാകൃഷ്ണനും കുടുംബവും കഴിഞ്ഞ വ്യാഴാഴ്ച വീട് പൂട്ടി ബംഗളൂരുവിലേക്ക് പോയതായിരുന്നു. കുടുംബം വൈകിട്ടോടെ തിരിച്ചെത്തി നടത്തിയ പരിശോധനയിലാണ് 2.25 പവൻ തൂക്കം വരുന്ന ചങ്ങലയും 1.25 പവന്റെ വളയും പണവും കവർന്നതായി തിരിച്ചറിഞ്ഞത്. മുറിയിലെ അലമാരയിലായിരുന്നു ഇവ. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കൊടുവാൾ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തി. വീട്ടിലെ നിരീക്ഷണ ക്യാമറകൾ തകർക്കപ്പെട്ട നിലയിലാണ്. ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജലസേചന വകുപ്പ് നടപ്പിലാക്കുന്ന കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ രൂപരേഖാ സമർപ്പണവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ഡാമുകളും അനുബന്ധമായി വരുന്ന പ്രദേശങ്ങളുമാണ്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ നിലവിലുള്ള പദ്ധതികളിലേക്ക് വരുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പം മലമ്പുഴ വന്നു പോകുന്ന ആൾക്കാർ, കാഞ്ഞിരപ്പുഴയിൽ തുടർന്ന് വന്നിരുന്ന ഈ പദ്ധതിയിൽ എത്തിച്ചേരുന്നവർ, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾ നിലവിലുണ്ട്. നമുക്ക് ആ പദ്ധതി മാത്രം നിന്നാൽ മതിയോ? കുറേ കൂടി ഹൈലൈറ്റ് ചെയ്ത് പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവസരം കൊടുക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. കോഴിക്കോട് ആസ്ഥാനമായ FSIT റിഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാറെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ MLA കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ VP ഹബീബ് റഹ്മാൻ, പ്രൊമോട്ടർ ഡോക്ടർ MA കബീർ, ജലസേചന വകുപ്പ് കോഴിക്കോട് ചീഫ് എഞ്ചിനീയർ CS സിനോഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി രാമരാജൻ, റഷീദ് ബാബു, രാമചന്ദ്രൻ, വാട്ടർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, CPI ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി, അഡ്വക്കേറ്റ് കുശലകുമാർ, KIDC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ S തിലകൻ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഉദ്യാനവും സന്ദർശിച്ചാണ് മന്ത്രി മടങ്ങിയത്. വാട്ടർ തീം പാർക്ക്, സ്നോ വേൾഡ്, പക്ഷികളുടെ പാർക്ക്, മറൈൻ ഓഷ്യനേറിയം, ജയന്റ് വീൽ, ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളാണ് കാഞ്ഞിരപ്പുഴയിൽ നടപ്പിലാക്കുക. അണക്കെട്ടും ഉദ്യാനവും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളും ഉൾപ്പെടെ 50 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി പ്രാവർത്തികമാക്കുക. കരാറുകാരന്റെ നേതൃത്വത്തിൽ പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിലെ കുഴികൾ കോറി വേസ്റ്റിട്ട് അടയ്ക്കാൻ ശ്രമം. ഇവ നാട്ടുകാരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യിപ്പിച്ചു. കട്ടുപാറയിലാണ് സംഭവം. റോഡിൽ ടാറിംഗ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനിയെന്തറിയോ,
ഇനി അടി ഇതേമാതിരി നിങ്ങളുടെ കോടികളാണ് ഇതിവിടെ മുടക്കിയത്. 1 കോടി രൂപയുടെ പണിയാണ്. എന്നിട്ട് കോടി വെച്ചിരുന്നേ 1 കോടി എന്നല്ല മറ്റേ ഇവിടെ പോയോ കുസുകുൽ കൂടെ പോയോ. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ കട്ടുപ്പാറ പുളിങ്കാവ് ഭാഗങ്ങളിൽ പാടെ തകർന്നു കിടക്കുകയാണ്. റോഡിൽ വൻ ഗർത്തങ്ങളാണ് ഈ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിലെ കുഴികൾ കരാറുകാരുടെ നേതൃത്വത്തിൽ കോറി വേസ്റ്റിട്ട് താൽക്കാലികമായി അടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. റോഡിൽ നിക്ഷേപിച്ച കോറി വേസ്റ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യിപ്പിച്ചു. JCB ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡിൽ ഇനി ടാറിംഗ് അല്ലാതെ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. മണ്ണാർക്കാട് ചങ്ങലേരി 3-ാം കഴിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത് സ്ഫോടക വസ്തുവല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നൂൽ ചുറ്റിയ മരക്കായയാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. സ്ഫോടക വസ്തുവാണെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം ബോംബ് സ്ക്വാഡ് കൊണ്ടുപോയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് 3-ാം കുഴി മുരുക്കന്തോണി വാസുദേവന്റെ വീട്ടുമുറ്റത്ത് സ്ഫോടക വസ്തുവിന് സമാനമായ വസ്തു കണ്ടെത്തിയത്. മഞ്ഞ നിറത്തിലുള്ള വസ്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾക്കിടയിലാണ് കണ്ടത്. വാസുദേവൻ അറിയിച്ചതനുസരിച്ച് മണ്ണാർക്കാട് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി വസ്തു കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ കൊണ്ടുപോയത് സ്ഫോടക വസ്തുവല്ലെന്ന ആശ്വാസത്തിലാണ് വീട്ടുകാരും പരിസരവാസികളും. 5 മണിക്ക് ഞാൻ വന്നപ്പോഴാണ് കാണുന്നത്. വൈഫാണ് ആദ്യം കണ്ടത്. അപ്പോൾ അവള് ഇതറിയാതെ എടുത്തു വെച്ചു, മതിലിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഞാൻ ചില വഴുതന എന്തെങ്കിലും മൊബൈൽ എന്തെങ്കിലും കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടാണെന്ന് വെച്ചാൽ ഞാനും കൈകൊണ്ട് എടുത്ത് നോക്കി. എന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇതാ 2 ബൈക്കിൻ്റെ ഇടയിലായിരുന്നു. അസ്വാഭാവികതകളില്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ച വയോധികന്റെ കണ്ണിൽ നിന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ വിരയെ പുറത്തെടുത്തു. 10 സെന്റിമീറ്റർ നീളമുള്ള വിരയെയാണ് എറണാകുളം സ്വദേശിയുടെ കണ്ണിൽ നിന്ന് പുറത്തെടുത്തത്. 70-കാരൻ്റെ കൺപോളയുടെ അകത്തുനിന്നാണ് ഡൈറോഫിലേറിയ എന്ന വിരയെ നീക്കം ചെയ്തത്. കണ്ണിൽ തടിപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വയോധികൻ ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത്. അവിടെ പരിശോധിച്ച ഡോക്ടർ അസ്വാഭാവികതകളൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എന്നാൽ തടിപ്പ് അനുഭവപ്പെട്ട ഭാഗത്ത് അസ്വസ്ഥതകൾ തുടർന്നു. ഇതിനിടെയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മുമ്പ് ഇതേ അസ്വസ്ഥതകളുമായി എത്തിയ 3.5 വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് വിരയെ നീക്കം ചെയ്ത വാർത്ത ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രചികിത്സാ വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ഡോക്ടർമാരായ M. അനിമയും TV സിത്താരയും ചേർന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി. മൈക്രോസ്കോപ്പിലൂടെയുള്ള പരിശോധനയിലാണ് കൺപോളയുടെ ഉള്ളിൽ വിരയുണ്ടെന്ന് കണ്ടെത്തിയത്. നമ്മുടെ ആശുപത്രിയിലെ ഒഫ്താൽമോളജി യൂണിറ്റിൻ്റെ വീണ്ടും ഒരു വിജയഗാഥയാണ് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ണിൽ നിന്ന് വിര എടുത്തു എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ആ വാർത്ത കണ്ട് ഇന്നൊരു 70 വയസ്സായ ഒരു വയോധികൻ അദ്ദേഹം നമ്മുടെ ആശുപത്രി തേടി വരികയാണ് ഉണ്ടായത്. അതിലെന്താ ഇത്ര പ്രത്യേകത ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. എറണാകുളത്തുള്ള പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയും അത് അദ്ദേഹത്തിൻ്റെ തോന്നലാവുമെന്ന് പറഞ്ഞ് പുള്ളിയെ മടക്കി അയച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതും. അത് കണ്ട് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ സമീപിക്കുകയും അവർ പരിശോധിച്ചതിൽ നിന്നും കണ്ണിലെ വിരയാണെന്നും അതും ഏകദേശം 100 മില്ലിമീറ്ററോളം നീളമുള്ള വിരയാണെന്ന് മനസ്സിലാക്കുകയും അത് എമർജൻസി ആയി തന്നെ ഇന്നത് ഓപ്പറേഷൻ ചെയ്ത് ആ വിരയെടുക്കുകയും ആ വയോധികനെ സുഖപ്രാപ്തി കാഴ്ച നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായും ഇവിടുത്തെ ഡോക്ടർമാരുടെ ആ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് മികവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും നമ്മുടെ പ്രൈവറ്റ് ആശുപത്രിയിലെ വെല്ലുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ചമായ സംവിധാനമാണ് ഒഫ്താൽമോളജി മാത്രമല്ല ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ENT-യിലായാലും മെഡിസിനിലായാലും സർജറിയിലായാലും ഓർത്തോയിലായാലും സൈക്യാട്രി അതുപോലെ ഡെർമറ്റ് എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും മികച്ച സേവനം നൽകിക്കൊണ്ട് ഒറ്റപ്പാലം ആശുപത്രി നല്ല രീതിയിൽ മുന്നേറുകയാണ്. കഴിഞ്ഞ ജൂൺ 5-ന് ഇതേ ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘമാണ് 3.5 വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് 3.5 സെന്റിമീറ്ററോളം നീളമുള്ള വിരയെ നീക്കം ചെയ്തിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ അവധിക്കാലമാണ്. അവധി ദിവസങ്ങളിലും വിദ്യാർത്ഥികളെത്തുന്ന പതിവിലും തിരക്ക് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ പരിചയപ്പെടാം ഇനി. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവൃത്തികളിലും ഒരുപോലെ മുന്നിൽ നിൽക്കുകയാണ് ഈ സർക്കാർ വിദ്യാലയം.
ഇത് ചെർപ്പളശ്ശേരി ഉപജില്ലയിലെ പൂക്കോട്ടുകാവ് താന്നിക്കുന്ന് ഗവൺമെൻറ് LP സ്കൂൾ. അവധി ദിവസങ്ങളിലും താന്നിക്കുന്ന് ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ തിരക്കിലാണ്. പഠനത്തിന് അവധി കിട്ടിയപ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പരിശീലനത്തിനായാണ് ഇവരെല്ലാം സ്കൂളിൽ ഒത്തുകൂടുന്നത്. നീന്തൽ പരിശീലനം, സൈക്കിൾ പരിശീലനം, ചെണ്ട പരിശീലനം എന്നിങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ കൊണ്ട് ശ്രദ്ധേയമാണ് താന്നിക്കുന്ന് ഗവൺമെൻറ് LP സ്കൂൾ. 2018 ജനകീയ കൂട്ടായ്മയിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ നീന്തൽക്കുളം ഇവർക്ക് നിർമ്മിക്കാനായത്. സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് രാത്രിയിൽ 2 മാസത്തോളം കാലം സൗജന്യ സേവനത്തിലൂടെയാണ് നീന്തൽക്കുളം നിർമ്മിച്ചെടുത്തത്. 4ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നീന്തൽ അറിയണമെന്ന നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നിർബന്ധത്തിൽ രാധാകൃഷ്ണൻ മാസ്റ്റർ, K. അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സംരംഭമായിരുന്നു നീന്തൽക്കുള നിർമ്മാണം. സംസ്ഥാന പാഠ്യപദ്ധതിയിൽ നീന്തൽ സ്ഥാനം പിടിക്കുന്നതിന് എത്രയോ മുമ്പ് അതിന് തുടക്കം കുറിച്ചവരാണ് ഇവർ. സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം എന്ന താന്നിക്കുന്നിൻ്റെ ആശയം പരിപൂർണമായും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇവർ. കേരളത്തിലെ ഒരു പ്രൈമറി വിദ്യാലയത്തിൽ ഒരു പക്ഷേ ഇത്തരം ഒരു നീന്തൽക്കുളം നമുക്ക് കാണാൻ കഴിയില്ല. ഈ നീന്തൽക്കുളത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇവിടുത്തെ നാട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. രാത്രി 8 മണി മുതൽ, സാധാരണ കൂലിപ്പണിക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രാത്രി 8 മണി മുതൽ 12 മണി വരെ ഒരു 2 മാസക്കാലം ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഈ നീന്തൽക്കുളം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിൽ രാധാകൃഷ്ണൻ മാഷുണ്ട്, അശോകുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ നാടിന് ഇത്തരത്തിലുള്ള ഒരു നീന്തൽക്കുളം ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്കായിട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കപ്പുറം ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും നീന്തൽ ഉള്ള ഒരു സംസ്ഥാനം, നീന്തലിൽ എല്ലാവർക്കും കഴിയുന്ന ഒരു പ്രദേശമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിലേക്കുള്ള ചുവടുപടി എന്നുള്ള നിലയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന, LP വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന എല്ലാ കുട്ടികൾക്കും നീന്തലിൽ പ്രാവീണ്യം നേടുക എന്ന ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2018 മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ 4ാം ക്ലാസ്സിൽ നിന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും നീന്തൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, നീന്തൽ അറിയാമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ വർഷവും അതിൻ്റെ പരിശീലനം നടക്കുകയാണ്. നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ അക്കാദമിക ഇതര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അവധി ദിവസങ്ങളിലാണ്. സ്കൂളിൻ്റെ പ്രവൃത്തി സമയങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ശനി, ഞായർ അല്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിശീലനത്തിന് നമ്മൾ മാത്രമല്ല സ്കൂൾ അധ്യാപകർക്ക് പുറമെ നാട്ടുകാരുടെ വലിയ പിന്തുണ ഇതിനൊക്കെ ലഭ്യമാകുന്നുണ്ട്. വിദ്യാഭ്യാസവും പഠനവും ആസ്വാദ്യകരവും ജീവിതത്തിന് സഹായകരവുമാവണം എന്ന ലക്ഷ്യത്തോടെ സതീഷ് പരിയാനംപറ്റയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ ചെണ്ട പരിശീലനവും നൽകി വരുന്നു. കലയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഉപജീവനമാർഗം ചെറിയ പ്രായത്തിലെ സ്വായത്തമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. സ്കൂൾ പ്രവൃത്തി സമയം കളയാതെയാണ് ഇതെല്ലാം നടത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എല്ലാ വീട്ടിലും ഒരു നെല്ലിത്തൈ, എല്ലാ കുടുംബങ്ങളുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന കുടുംബമഹിമ എന്ന പ്രാദേശിക കുടുംബ ചരിത്രം, പ്രദേശത്തെ വിവിധ കിണറുകളിലെ ജലത്തിൻ്റെ സ്വാദ്, വൈവിധ്യം, തണവ്, pH മൂല്യം എന്നിവ തിരിച്ചറിയുന്നതിനുള്ള തേനൂറും ജലം, തീണ്ടാജലം, SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിനെ ഏറ്റവും വലിയ ഓപ്പൺ ബ്ലാക്ക് ബോർഡാക്കി മാറ്റിയ ബിഗ് BB, വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന അറിവിൻ്റെയും കലയുടെയും നാട്ടറിവിൻ്റെയും കൈമാറ്റമായി വിദ്യാലയം ജനമധ്യത്തിലേക്ക് എന്ന ജനകീയ കൂട്ടായ്മ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പദ്ധതികൾ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിക്കുന്നതെന്നതും ഈ വിദ്യാലയത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. ഒറ്റപ്പാലം റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. സൂപ്രണ്ട് K. ബാലേഷ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മനിശ്ശേരി വരിക്കാശ്ശേരി മനയിൽ വെച്ചാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഡിജിറ്റൽ സർവേ ജോലികൾക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ അവധി ദിവസം പ്രയോജനപ്പെടുത്തിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം റീസർവേ സൂപ്രണ്ട് K. ബാലേഷ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫസ്റ്റ് ഗ്രേഡ് സർവേയർ K. ബാബു അധ്യക്ഷനായി. ഫസ്റ്റ് ഗ്രേഡ് സർവേയർ G. മുത്തു, ഹെഡ് സർവേയർ സബിത S. ദേവ്, ഫസ്റ്റ് ഗ്രേഡ് സർവേയർ M. ആയിഷക്കുട്ടി എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണ്ണാർക്കാട് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശിരുവാണി ശിങ്കപ്പാറ ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉന്നതിയിലെ നിവാസികളും വനപാലകരും ലയൺസ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശിങ്കപ്പാറ ഉന്നതിയിൽ സ്ഥാപിക്കുന്ന ഖദർ ട്രൈബൽ ലൈബ്രറിക്കായി 500-ലധികം പുസ്തകങ്ങൾ കൈമാറി. തുടർന്ന് ഉന്നതി നിവാസികളുടെ നേതൃത്വത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എല്ലാവരും ഒരുമിച്ചിരുന്ന ഓണസദ്യയോടെയാണ് ചടങ്ങ് അവസാനിച്ചത്.
മണ്ണാർക്കാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ, സെക്രട്ടറി PM സുബ്രഹ്മണ്യൻ, ട്രഷറർ റെജിമോൻ ജോസഫ്, ജോസ് വാകശ്ശേരി, വനം വകുപ്പ് റേഞ്ച് ഓഫീസർ സുമേഷ്, ഓഫീസർമാരായ S. മാധു, മോഹനകൃഷ്ണൻ, M. രാമൻ, ഫിറോസ്, അയ്യപ്പൻ ശിങ്കപ്പാറ, സുഭാഷ് ശിങ്കപ്പാറ എന്നിവർ നേതൃത്വം നൽകി. കൂട്ടുപാടം VFPCKയുടെ സമൃദ്ധി 2025 കർഷക ഓണച്ചന്ത ഭീമനാട് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ചന്ത ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 1 മുതൽ 4 വരെ ഭീമനാട് സെന്ററിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ചന്ത ഉദ്ഘാടനം ചെയ്തു. കർക്കിടകത്തിന്റെ കെടുതിയും വർദ്ധിയും ഒക്കെ തെളിഞ്ഞ ആകാശത്തോടുകൂടെ പൂക്കളും തുമ്പികളും ഒക്കെ നിറഞ്ഞാടുന്ന നമ്മുടെ അത്തം കഴിഞ്ഞ് 10 ദിവസം ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പച്ചക്കറി കൂടാതെ ഓണം ആഘോഷിക്കാൻ കഴിയില്ല. ഏതായാലും എല്ലാവരും ഈ സൗകര്യം പരമാവധി ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി ആദ്യ വിൽപ്പന നടത്തി. വാർഡംഗം N. അബൂബക്കർ അധ്യക്ഷനായി. സമിതി പ്രസിഡന്റ് C. രാമൻകുട്ടി, KS ജയൻ, P. മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വതി മനോജ്, A. അബ്ദു, K. രാമൻകുട്ടി, റുക്സാന, മുഫീദ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരിൽ നിന്നും നാടൻ പച്ചക്കറികൾ 10% അധിക വില നൽകി സംഭരിച്ച് പൊതുവിപണിയേക്കാൾ 30% കുറഞ്ഞ വിലയിലാണ് നൽകുന്നത്. നാടൻ പച്ചക്കറികൾ കൂടാതെ മറ്റ് പച്ചക്കറികളും ഈ വിലയ്ക്ക് ലഭിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാൽ തുണിസഞ്ചികൾ കയ്യിൽ കരുതണമെന്നും അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ നീതി സൂപ്പർ മാർക്കറ്റിൽ ഓണത്തോടനുബന്ധിച്ച് പഴം പച്ചക്കറി ചന്ത തുടങ്ങി. CPM ഏരിയ സെക്രട്ടറിയും നിക്ഷേപ ഗ്യാരണ്ടീഡ് ക്ഷേമ ബോർഡ് മെമ്പറുമായ NK നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ആളുകൾക്കും സുരക്ഷിതമായി ഓണം ആഘോഷിക്കാൻ സംസ്ഥാന സർക്കാർ സഹായം നൽകിയിട്ടുണ്ടെന്ന് ഉദ്ഘാടനം ചെയ്ത NK നാരായണൻകുട്ടി പറഞ്ഞു. സർക്കാർ സഹായം ലഭിക്കാത്ത ഒരു വീട് പോലും ഇല്ലെന്ന് തന്നെ പറയാം. വിലക്കയറ്റത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വിധം വിപണിയിൽ സർക്കാർ ഇടപെട്ടു. അതിന്റെ ഭാഗമായാണ് ഓണച്ചന്തകളും സഹകരണ വകുപ്പിന്റെ ചന്തകളെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം അവരുടെ ദേശീയ ഉത്സവമാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഈ വർഷം ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പവും സംസ്ഥാന സർക്കാർ ഈ ഓണത്തിൻ്റെ കൂടെയുണ്ട്. നമുക്കറിയാം, 2 മാസത്തെ പെൻഷൻ 3200 രൂപ വീതം എല്ലാ വീടുകളിലും ഗവൺമെൻറ് എത്തിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, അവർക്കൊക്കെ ഓണം നല്ല രൂപത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സഹായം എന്ന രൂപത്തിൽ 1450 രൂപ വീതം അവർക്ക് കൊടുത്തു. അതുമാത്രമല്ല 5,92,600 വരുന്ന മഞ്ഞ കാർഡുകാർക്ക് സൗജന്യമായ ഓണക്കിറ്റ് ഇതിനോടകം ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞു. വിവിധ സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർക്കൊക്കെ അവരുടെ ക്ഷാമബത്തയും മറ്റ് ആനുകൂല്യങ്ങളും ഇതിനോടകം ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം, ബാങ്ക് സെക്രട്ടറി S. അജയ്കുമാർ, ബാങ്ക് മുൻ സെക്രട്ടറി M. പുരുഷോത്തമൻ, ഡയറക്ടർമാരായ NK മോഹൻദാസ്, MC മാണിക്കൻ, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് നഗരസഭ കൃഷിഭവൻ പച്ചക്കറി ചന്ത പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ മുൻവശത്ത് സെപ്റ്റംബർ 4 ഉത്രാടം ദിനം വരെയാണ് ചന്ത പ്രവർത്തിക്കുക. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പഴം പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലും ഉള്ള കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൃഷിഭവൻ 10% അധിക വിലക്ക്, മാർക്കറ്റ് വിലയേക്കാൾ അധികം വിലക്ക് വാങ്ങുകയും ഉപഭോക്താക്കൾക്ക് 30% വില കമ്മിയാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിൽ വില പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാനും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പച്ചക്കറി, പഴം ഒക്കെ വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർക്കറ്റിലെ വിലയെ പിടിച്ചു നിർത്തിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ അവരുടെ സാമ്പത്തികത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട്. വൈസ് ചെയർപേഴ്സൺ പ്രസീത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഫെബിമോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം നൽകി സംഭരിക്കുകയും വിപണി വിലയേക്കാൾ 30% കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാവുമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1992-93 SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മച്ചെപ്പിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. മാന്തോപ്പിലേക്കുള്ള ഉദ്യാന സമർപ്പണവും നടത്തി.
വിവിധ പരിപാടികളോടെ സ്കൂളിലെ മാന്തോപ്പിൽ വെച്ചാണ് 92-93 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓണാഘോഷം നടത്തിയത്. മാന്തോപ്പിലേക്ക് ഉദ്യാന സമർപ്പണവും കൂട്ടായ്മ നടത്തി. ഉദ്യാന സമർപ്പണം ഓർമ്മച്ചെപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാരായ മുസ്തഫ KK, ഗിരീഷ് കുറുപ്പ്, രഘു, സവിത, വിജയൻ, ദീപേഷ് എന്നിവരിൽ നിന്ന് PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, HM ഷീജ എന്നിവർ ഏറ്റുവാങ്ങി. ചെർപ്പളശ്ശേരി ഹൈസ്കൂളിലെ 92-93 SSLC ബാച്ചായ ബാച്ചിൻ്റെ ഓർമ്മച്ചെപ്പ് എന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാന്തോപ്പിൽ വെച്ച് ഞങ്ങൾ ഓണ പരിപാടികൾ അതിഗംഭീരമായി ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ടീച്ചറെ ഞങ്ങളോടൊരു കാര്യം, ഇവിടെ ഒരു ഉദ്യാനത്തിൻ്റെ ഒരു കാര്യം ഞങ്ങളോട് പറയാനുണ്ടായി. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് ഒരു ചെടികളുടെ ഒരു ഉദ്യാനത്തിൻ്റെ സമർപ്പണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ 2017 തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. അതിൽ ഞങ്ങളെ കൂടെ പഠിച്ച അവശത അനുഭവിക്കുന്ന ഞങ്ങളെ സഹപാഠികൾക്ക് പല രീതിയിലുള്ള സഹായ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ ഉദ്യാനത്തിൻ്റെ സമർപ്പണം ആണ് ഞങ്ങൾ ഇവിടെ. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 92-93 കാലഘട്ടത്തിൽ പഠിച്ച ബാച്ചുകാരുടെ ഒരു പൂന്തോട്ടത്തിൻ്റെ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഓർമ്മച്ചെപ്പ് എന്ന പേരിലാണ് ഇവിടെ കൂട്ടായ്മ ഉള്ളത്. ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഈ മാതൃക മറ്റുള്ള കൂട്ടായ്മകളും ബാച്ചുകാരും ചെയ്യട്ടെ. കാരണം ഇത് പൊതു സ്വത്താണ്. ഈ പൊതുവിദ്യാലയം അതിൻ്റെ ഉന്നതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എല്ലാ കൂട്ടായ്മകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ വർഷവും ഡിസംബർ 25-ന് കൂട്ടായ്മയുടെ വാർഷികാഘോഷം സ്കൂളിൽ വെച്ച് നടക്കാറുണ്ട്. വിവിധ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനവും കൂട്ടായ്മ നടത്തിവരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. ഓണം കളറാക്കാൻ കസ്റ്റമേഴ്സിനെ വരവേറ്റ് ഒറ്റപ്പാലം റോയൽ. ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നൽകിക്കൊണ്ട് റോയൽ സിൽക്സും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് റോയൽ ഹൈപ്പർ മാർക്കറ്റും ഈ ഓണം കളറാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഓണം കളറാക്കാൻ ഒറ്റപ്പാലത്തുകാർ ഓടി നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് റോയൽ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ട്രഡീഷണൽ വസ്ത്രങ്ങളുടെയും ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെയും ലേറ്റസ്റ്റ് കളക്ഷനുകൾ തന്നെയാണ് ഇത്തവണയും റോയൽ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. 199 രൂപ മുതൽ തുടങ്ങുന്ന സെറ്റ് മുണ്ടാൻ സെറ്റ് സാരികൾ, 298 രൂപ മുതൽ തുടങ്ങുന്ന ദാവണി കളക്ഷൻസ്, 398 രൂപ മുതൽ സോഫ്റ്റ് സിൽക്ക് സാരികൾ എന്നിങ്ങനെ വിലക്കുറവിൻ്റെ ഒരു മായാലോകം തന്നെയാണ് റോയൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ചുരിദാറുകളുടെയും ഗേൾസ് ട്രെൻഡ് കളക്ഷനുകളുടെയും ടോപ്പുകളുടെയും സ്പെഷ്യൽ കളക്ഷനുകളും റോയൽ സിൽക്സ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് റോയലിനാണ് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ്. പിന്നെ സ്റ്റിച്ചിങ് സൂപ്പറാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിവിടെ അടിക്കാൻ കൊടുക്കുന്നത്, ആദ്യമായിട്ടാണ്. പക്ഷെ അത് ആദ്യമായിട്ട് കൊടുത്തതിന് അടിപൊളിയായി, നല്ല ഇഷ്ടമായി. ഇപ്പോൾ എന്തും ഇവിടെ കൊടുക്കാനാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരിക, ഇവിടെ കൊടുക്കാനാണ്. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരു കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും ഇവിടെ വരിക. അടിപൊളി കളക്ഷൻസ് ആണ്. നല്ല സെലക്ഷൻ, ഞങ്ങളെപ്പോഴും വരാറുണ്ട്. ഇന്നലെ കൂടെ വന്ന് കുറേ എടുത്ത് പോയിട്ടുള്ളൂ. നല്ല കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ്. ഞങ്ങളെപ്പോഴും വരാറുള്ളതാണ്, സ്ഥിരം കസ്റ്റമേഴ്സാണ്. എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് എടുക്കുക. അടിപൊളിയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അടിപൊളിയാണ്. ഭയങ്കര കമ്പനിയാണ്. നമുക്ക് ഉദ്ദേശിച്ച സാധനം തന്നെ വന്നപ്പോൾ കിട്ടി. US പോളോ, ലൂയിസ് ഫിലിപ്സ്, അലൻസോളി, ഇന്ത്യൻ ടെറൈൻ, ഓട്ടോ, പീറ്റർ ഇംഗ്ലണ്ട് തുടങ്ങിയ ബ്രാൻഡഡ് എക്സ്ക്ലൂസീവ് കൗണ്ടറുകൾക്ക് പുറമെ 398 രൂപ മുതൽ തുടങ്ങുന്ന കോട്ടൺ പ്രിന്റഡ് ഷർട്ടുകൾ, 248 രൂപ മുതൽ തുടങ്ങുന്ന ട്രെൻഡിംഗ് ടീഷർട്ടുകൾ എന്നിങ്ങനെ പുരുഷ വസ്ത്രസങ്കല്പത്തിൻ്റെ വലിയ കളക്ഷൻ തന്നെയാണ് ഏറ്റവും വിലക്കുറവിൽ റോയൽ സിൽക്സിൽ ഒരുക്കിയിട്ടുള്ളത്. സെലക്ഷൻ കാര്യങ്ങളൊക്കെ ടോപ്പാണ്. നല്ല കളക്ഷൻസ് ആണ്. ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ കളക്ഷൻസും കൂടി ഇവിടെ തന്നെയാണ് എടുക്കുന്നത് ഞങ്ങൾ. പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ സെലക്ഷനായിട്ട് വന്നിരിക്കുകയാണ്.
ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ടോപ്പ് മോസ്റ്റ് കളക്ഷൻസ് തന്നെയാണ്. നല്ല ബ്രാൻഡഡ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇങ്ങനെ ഷോറൂമിൽ വരുന്നത്, റോയൽ സിൽക്സിൽ. ഒരുവിധം ഒറ്റപ്പാലത്തിന് വേണ്ട എല്ലാവിധത്തില സാധ്യതയും ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടൊരു ഫസ്റ്റ് വിസിറ്റാണ് കൂടെ. എനിക്ക് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കവറേജ് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റുള്ള പാലക്കാട് പോയി വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഒറ്റപ്പാലത്തിൻ്റെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഷോറൂംസ് വളരെ ഉപകാരപ്രദമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കൊണ്ട് വെച്ച് നല്ല കളക്ഷൻസും നല്ല ഇതാണ്. ഞാനും എൻ്റെ മോൻ്റെ മാരേജിനൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തത്. ഇപ്പോൾ ഓണമായിട്ടും ഇങ്ങോട്ട് തന്നെ വന്നു. റിയലി വെരി ഗുഡ് കളക്ഷൻ. ഫാബ്രിക്സുകളുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഡിസൈൻ ചെയ്ത മെറ്റീരിയലുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും മികച്ച കളക്ഷനുകൾ തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് റോയൽ സിൽക്സ് MD PV ഷാനവാസ് പറഞ്ഞു. ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് വളരെ മികച്ചൊരു കളക്ഷൻ ഏറ്റവും ചുരുങ്ങിയ വിലയിലാണ് റോയൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതികരണം തീർച്ചയായും എല്ലാ കസ്റ്റമേഴ്സും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു വരുന്നത്. പൊതുവെ കേരള ട്രഡീഷണൽ ധാവണി, പട്ടുപാവാട, സെറ്റ് സാരി, സെറ്റുമുണ്ട്, കഥകളി പ്രിൻ്റ് പോലുള്ള ഷർട്ടുകളും ടീഷർട്ടുകളൊക്കെ വളരെയധികം ഓണത്തോടനുബന്ധിച്ച് ട്രെൻഡായിരിക്കുകയാണ്. വളരെ ആവശ്യത്തോടു കൂടിയാണ് കസ്റ്റമേഴ്സ് അത് വാങ്ങാൻ വരുന്നതും. വളരെ ഡിമാൻഡാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും റോയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ ഗുണമേന്മയോടെ നൽകുകയാണ് റോയൽ ഹൈപ്പർ മാർക്കറ്റ്. പഴങ്ങൾ, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസുകൾ, ഇലക്ട്രോണിക് ഐറ്റംസുകൾ, ബേക്കറി ഐറ്റംസുകൾ, കിച്ചൺ ഐറ്റംസുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്കൂൾ സ്റ്റേഷനറികൾ എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഓണം ഓഫറുകളിലൂടെയാണ് റോയൽ ഹൈപ്പർ മാർക്കറ്റ് വിപണനം നടത്തുന്നത്. കൂടാതെ പ്രത്യേക EMI സൗകര്യവും ക്രെഡിറ്റ് കാർഡ് ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുമ്പോൾ ലഭ്യമാണ്. എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പലചരക്ക് സാധനങ്ങൾക്കും അതുപോലെ തന്നെ തുണിത്തരങ്ങൾക്കും വളരെയേറെ ഡിസ്കൗണ്ടുകൾ നൽകിക്കൊണ്ട് ഒറ്റപ്പാലത്ത് വളരെ നല്ല നിലയ്ക്കുള്ള ഒരു വ്യാപാര ശൃംഖല റോയൽ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പച്ചക്കറികളും അതുപോലെ തന്നെ പലചരക്കുകളും വളരെ നല്ല ഓഫറുകളോടുകൂടി ഫ്രഷായി പുതിയ സ്റ്റോക്ക് നൽകുന്നുണ്ട്. ഈ ഓണം എല്ലാ ഓണവും റോയലിനൊപ്പം നിൽക്കുന്നതുമായി തന്നെ ഈ ഓണം റോയലിനൊപ്പം എല്ലാവരും സഹകരിക്കണമെന്ന് ജനങ്ങൾക്ക് എല്ലാവിധ ഉറപ്പുകളും നൽകിക്കൊണ്ട് എല്ലാവിധ ഗ്യാരണ്ടിയോടുകൂടി ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭിക്കുവാൻ റോയൽ തയ്യാറായി ഓണച്ചന്തയോടനുബന്ധിച്ച് റോയൽ തയ്യാറായി നിൽക്കുകയാണ് എന്നറിയിക്കുകയാണ്. ഇനി ഷോർട്ട് ന്യൂസ് നോക്കാം. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന SPC ക്യാമ്പ് നടന്നു. PTA പ്രസിഡന്റ് T കൃഷ്ണകുമാർ ക്യാമ്പ് ഫ്ലാഗ് ഉയർത്തി. കൊപ്പം SI K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ P മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. വിവിധ വിഷയങ്ങളിലായി ബ്യൂല K, ദിനേഷ് CV, NP അൻസിൽ ഹംസ, K ഹരിദേവൻ, പ്രമോദ് പട്ടാമ്പി, P വിശ്വനാഥൻ, KP ഷൗക്കത്ത് അലി, P അൻവർ എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൻ്റെ സമാപന യോഗം PTA വൈസ് പ്രസിഡന്റ് TK അബ്ദുൾ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു.
MP ഷാഹുൽ ഹമീദ്, P ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. CPO റിനോരാജ് SK, ACPO ജിജ K ജിനൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുലുകലൂർ NSS കരയോഗം കുടുംബസംഗമവും SSLC+2 വിജയികൾക്കുള്ള അനുമോദന സദസ്സും നടത്തി. NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് KP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കരയോഗം സെക്രട്ടറി M വിജയലക്ഷ്മി, മുൻ കരയോഗം സെക്രട്ടറി T പ്രഭാകരൻ നായർ, KP രാമകൃഷ്ണൻ, പാറുക്കുട്ടി, കമ്മിറ്റി അംഗം PP മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കരയോഗത്തിലെ SSLC+2 വിജയികളെ അനുമോദിക്കുകയും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണ സൽസംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതാ സംഘാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഒറ്റപ്പാലം ലക്കിടിയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് മോഷണം. 3.5 പവൻ സ്വർണ്ണാഭരണവും പണവും കവർന്നു. ലക്കിടി രഞ്ജു കൃഷ്ണയിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞിരപ്പുഴയും ഇനി ജില്ലയിലെ പ്രധാന ടൂറിസം ഹബ്ബാകും. അണക്കെട്ട് കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 50 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരുന്നത്. മണ്ണാർക്കാട് ചങ്ങനീരിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത് സ്ഫോടക വസ്തുവല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നൂൽ ചുറ്റിയ മരക്കായയാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിലെ കുഴികൾ ക്വാറി വേസ്റ്റിട്ട് താൽക്കാലികമായി അടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡിൽ ഇനി ടാറിംഗ് അല്ലാത്ത പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഇട്ട ക്വാറി വേസ്റ്റ് നാട്ടുകാർ നീക്കം ചെയ്തു. അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രി തിരിച്ചയച്ച വയോധികന്റെ കണ്ണിൽ നിന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ വിരയെ പുറത്തെടുത്തു. 10 സെന്റിമീറ്റർ നീളമുള്ള വിരയെയാണ് നീക്കം ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.